കാട്ടണേ? ഇതാര് കല്യാണി? ഇതൊന്നും പാല പാല് വേണ്ട. അയ്യോ ഈശ്വര, ഇതിപ്പോ വിടുവല്ലോ. എനിക്കൊരു കുഴപ്പമില്ല, കല്യാണി പൊക്കോ പൊക്കോ. ഗുഡ് നൈറ്റ്. അയ്യോ ഇപ്പൊ അരവിന്ദ് ഒരുപാട് മാറിയല്ലേ? അതെ അതെ, ഇപ്പൊ ഒരു പക്വതയൊക്കെ വന്നിട്ടുണ്ട്. മാറ്റം എല്ലാവർക്കും ഉണ്ടായാലേ പറ്റൂ. മാറ്റം ഇല്ലാത്ത ഒന്നുമില്ലല്ലോ, പ്രപഞ്ചത്തിലെല്ലാം മാറും. പിന്നെ ശ്രീകൃഷ്ണനല്ലേ ശ്രീരാമനാവാൻ പോകുന്നത്? നടന്നത് തന്നെ. അയ്യോ എന്തൊക്കെയായി കാണിക്കണേ? ദേ ഇങ്ങനെ എല്ലാരും വേദനിപ്പിക്കുന്ന കഷ്ടാട്ടോ. ഞാൻ ചെയ്യണതൊക്കെ അറിയാണ്ട് കുറ്റമായി പോണതാ. ഇതിപ്പോ ബോധപൂർവം ചെയ്യണല്ലേ? ഇത് ശരിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്നേ വരെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ചെയ്യില്ല. തെറ്റിയതേ അവരാ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത നന്ദനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കുന്നില്ലേ? ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ്. അയ്യോ പതിയെ ഈശ്വരാ, ആരും ഈ കോലത്തിൽ കാണണ്ട. അതെ, അമ്മ അച്ഛനൊക്കെ ആഹാരം കഴിക്കണേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. അവര് കഴിക്കട്ടെ, വയറ് നിറച്ച് കഴിക്കട്ടെ. നീ രുചിയോടെ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തൃപ്തിയോടെ കഴിക്കുന്നു. കഴിക്കട്ടെ. പക്ഷെ എന്നെ എന്തിനെങ്ങനെ ജീവനോടെ തിന്നിട്ട് കൊടുക്കുന്ന കല്യാണി, നിനക്കൊരു സത്യം അറിയോ? അവർക്കൊന്നും എന്നോട് ഒരു ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട. അയ്യോ എന്തൊട്ട് വർത്താനം ഇത്? എനിക്കറിയാലോ, ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം അനിയൻ കുഞ്ഞിനോട് തന്നെയാ. കല്യാണി നിനക്ക് തെറ്റി. അവർക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നില്ലേ? എന്റെ ഉള്ളിലെ സങ്കടം അവർ കണ്ടാണ്. ഇതിപ്പോ ഞാൻ വീട് കല്യാണി, ഇപ്പൊ ഇതിലും വലിയ പടുകുഴിയില്ല ഞാൻ വീണ് കിടക്കുന്നത്. അന്ന് നന്ദനായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ, അന്ന് വീണതാ. അവൾ എനിക്ക് ചേർന്ന പെണ്ണല്ല ഒരിക്കലും. ഒരിക്കലും. നോ നോ നോ, സമ്മതിക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നന്ദന നാരായണൻ, എന്താ പേരിനൊരു കുഴപ്പം? ഇത്ര വർഷവും എന്റെ പാരന്റ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് വിളിച്ച ആ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിപ്പോ. ഐ വാസ് നന്ദന, ഐ ആം നന്ദന, ആൻഡ് ഐ വിൽ ബി നന്ദന അപ് ടു ദി എൻഡ് ഓഫ് മൈ ലൈഫ്. യു ഗെറ്റ് മീ? കം ഓൺ നന്ദന, ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? ജോൺസനല്ലേ അങ്ങനെ പറഞ്ഞത്? നീ പോയി ജോസിനോട് ചോദിക്കും. ഷെടാ, ഇത് ഭയങ്കര തലവേദനയല്ലോ. സോറി, ഞാൻ ആരോടും ചോദിക്കാനൊന്നും പോകുന്നില്ല. അവരവർക്ക് അവരവരുടെ കാര്യമാണ് വലുത്. എന്റെ കാര്യത്തിലും അതെ. എനിക്ക് എന്റെ പേര് ബ്യൂട്ടിഫുൾ ആണ്, രാശിയുള്ളതാണ്, പെർഫെക്റ്റ് ആണ്. ദാറ്റ്സ് ഓൾ. ഓരോരുത്തന്മാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങള്. പെണ്ണിന്റെ പേര് മാറ്റിയാലേ കല്യാണം നടക്കത്തുള്ളൂ. സ്റ്റൂപ്പിഡ്. നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. നിനക്കിപ്പോ എന്താ വിഷയം? അത് പറഞ്ഞാ മതി. വിഷയം ഞാൻ എന്റെ പേര് മാറ്റില്ല, അത് തന്നെ. അത് നിനക്ക് വേണ്ടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്ത് കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്? ഞാനേ MBA ഗോൾഡ് മെഡൽ വാങ്ങി പാസ്സായവളാ. തൃച്ചംബരത്ത് വലിയ തറവാടും പത്രാസും ഒക്കെ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ നിനക്ക് ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയോ? പോട്ടെ, അത് കേട്ടാലെങ്കിലും മനസ്സിലാവോ? അത് പറ. പിന്നെ ഞാൻ വർഷാവർഷം കോടികളിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ MD-യാണ്. നന്ദന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ. പക്ഷെ നീ വെറും ഓട്ടചക്രം മാത്രം. ജസ്റ്റ് എ ഗുഡ് ഫോർ നത്തിങ് ഫെലോ. ഒരു ടാലന്റും ഇല്ലാത്ത മിയർ ഇഡിയറ്റ്. ഓ സോറി, ഒരു ടാലന്റ് ഉണ്ട് നിനക്ക്, അത് ഞാൻ മറന്നു.
പെൺപിള്ളേരെ കറക്കി വളച്ചെടുക്കുന്ന ടാലന്റ്. അല്ലാതെ എന്താടാ നിനക്ക് ഈ സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻസ്? നീ തന്നെ പറ, കേക്കട്ടെ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. സി, ഒറ്റ കാര്യം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളൂ. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി മാത്രം ഒരു യോഗ്യതയും ഇല്ലാത്ത നിനക്ക് വേണ്ടി പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല. നന്ദനയ്ക്ക് പകരം വല്ല ഭാരതീന്നോ ഭാർഗവീന്നോ ഭാനുമതിന്നോ ജോത്സ്യരെ പേരിട്ടാലേ അത് ചുമക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ പോയി തൂങ്ങിച്ചാവുന്നതാ. അത് നിന്നോട് നേരിട്ട് പറയണമെന്ന് തോന്നി, അതാ വരാൻ പറഞ്ഞത്. ഇപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഇതായാലും എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഐ എം ബിസി. സമയം വേസ്റ്റ് ആക്കാനേ എന്റെ പേര് അരവിന്ദ് കൃഷ്ണൻ അല്ല എന്നർത്ഥം. ഓക്കെ? അവളെ ആ നന്ദനെ ഞാൻ കെട്ടിയ പിന്നെ വല്ല മരത്തിലോ ഫാനിലോ തൂങ്ങിയാണോ നിങ്ങൾ കാണും. എനിക്ക് വേണ്ട അവളെ, എനിക്ക് വേണ്ട. സാറിന് ഫോൺ. ഹലോ സാർ, ഞാൻ സെക്യൂരിറ്റിയാ. അരവിന്ദ് സാറ് നല്ലപോലെ മദ്യപിച്ചിട്ട് കാലുറയ്ക്കാത്ത രീതിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് മേഡം അറിയാതെ നോക്കിക്കൊള്ളണം. ഇതിപ്പോ പ്രശ്നമാവുമല്ലോ. അമ്മ കണ്ട തീർന്നു. ഇപ്പൊ തന്നെ അയക്കണമെന്നോ? ശരി, ഞാനൊന്ന് മെയിൽ നോക്കട്ടെ. എന്തു പറ്റി? ഒരു ക്ലയന്റ് ഡോക്യുമെന്റ്സ് മെയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഞാനതങ്ങ് മറന്നു. കഴിച്ചിട്ട് പോടാ. മതി അച്ഛാ. അയ്യോ, എന്താ ഇത്? കരയാ? എനിക്കവളെ വേണ്ട. എനിക്ക് അരവിന്ദ്, കല്യാണി പോ. Bro, I love you, bro. I love you. നീ അകത്തേക്ക് വാ. Excuse me. കുടിച്ച് കൂത്താടി വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. അതെ, കുടിച്ചു. ലക്ക് ഇടുന്ന വരെ കുടിച്ചു. എന്റെ വേദനയാണ് അവിടെ ആരും ഇല്ലല്ലോ. എന്തിനാ ബ്രോ നിങ്ങളെല്ലാരും ഇങ്ങനെ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ചങ്ക് കൂട്ടി ചാവും ബ്രോ. അമ്മ അറിഞ്ഞാ നിന്നെ
അമ്മയ്ക്കൊക്കെ എല്ലാം അറിയാം ബ്രോ. എനിക്ക് നന്ദനെ ഇഷ്ടമല്ലെന്നും എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്നും അമ്മയ്ക്കറിയാം. പക്ഷെ എനിക്കൊരു മനസ്സുണ്ടെന്ന് ആർക്കും അറിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ബ്രോയ്ക്ക് അറിയാലോ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടാറില്ല ബ്രോ. ഇത് മാത്രം എന്താ കാണാത്ത ബ്രോ? ഞാൻ കാല് പിടിക്കാം ബ്രോ. എനിക്ക് നന്ദനെ വേണ്ട. അമ്മയോട് ഒന്നും പറ ബ്രോ. ബ്രോ പറഞ്ഞ അമ്മ എന്തും കേൾക്കും. ബ്രോ പ്ലീസ് ഹെൽപ്പ് മീ ബ്രോ. പ്ലീസ് ബ്രോ, എനിക്ക് അവളെ വേണ്ട ബ്രോ. അരവിന്ദ്, എന്താടാ ബോധം തെളിഞ്ഞോ ഇപ്പോഴെങ്കിലും? മുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കല്യാണ ചെക്കൻ കുടിച്ച് റോഡിൽ കിടക്കുമ്പോ കുടുംബത്തിന് നല്ല അന്തസ്സാ. നന്ദനെ ഇഷ്ടപ്പെട്ടില്ല പോലും. പിഴച്ചുപോയ നിന്നെ തിരുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈ കല്യാണോ? അത് ഞാൻ നടത്തിയിരിക്കും. കാരണം വാക്ക് കൊടുത്തത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. സോറി അമ്മ. സോറി? അതൊരു വാക്കല്ല, ചെയ്ത തെറ്റും മനസ്സുകൊണ്ട് സമ്മതിക്കുന്നതാ. ആനന്ദേ, ഇനി കല്യാണം വരെ ഇവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഊണിലും ഉറക്കത്തിലും നിഴലായിട്ട് നീ ഇവന്റെ കൂടെ ഉണ്ടാവണം. Idiot. ബ്രോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ നന്ദനെ വേണ്ട ബ്രോ. കിടന്നുറങ്ങ നീ, വെറുതെ പിച്ചും പേയും പറയാതെ. ബ്രോ ബ്രോ എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോ ബ്രോ. അഡ്വാൻസ് വിഷസ് ഫോർ ഹാപ്പി മാരീഡ് ലൈഫ്. കിടന്നുറങ്ങടാ. പിന്നെ ഞാൻ വർഷാവർഷം കോടികളിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ MD യാ. നന്ദന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ. പക്ഷെ നീ വെറും ഓട്ടചക്രം മാത്രം. ജസ്റ്റ് എ ഗുഡ് ഫോർ നത്തിങ് ഫെലോ. ഒരു ടാലന്റും ഇല്ലാത്ത മിയർ ഇഡിയറ്റ്. പിഴച്ചുപോയ നിന്നെ തിരുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈ കല്യാണോ? അത് ഞാൻ നടത്തിയിരിക്കും. കാരണം വാക്ക് കൊടുത്തത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. ഫോണവിടെ. ഹലോ. വെച്ചിട്ട് പോടി. ഗുഡ് മോർണിംഗ്. ഇന്നലെ കൂടിപ്പോയി.
ഉം. എന്താടാ ബോധം തെളിഞ്ഞോ ഇപ്പോഴെങ്കിലും? മുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഹലോ. ആ കല്യാണി, ഹായ്, ഗുഡ് മോർണിംഗ്. ഏത് ചായ വേണ്ടേ? ജിഞ്ചർ ടീ, മസാല ടീ, ബ്ലാക്ക് ടീ, ബിരിയാണി ടീ, കോഫി, ഏതായാലും റെഡിയാ. ഇപ്പൊ കൊണ്ടുവന്ന് തരാട്ടോ. കല്യാണി, ആ കോഫിയിൽ കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ. അയ്യോ, രാവിലെ എന്താ ഇതിപ്പോ ഇങ്ങനെ? ഇത് ഭയങ്കര കഷ്ടാട്ടോ. ഡയലോഗ് അടിക്കാതെ കൊണ്ടുവാ കല്യാണി. ഇവിടെ എന്റെ തല പൊട്ടിപ്പൊളിയാ. ഹലോ. എന്തോ സാരമായ പ്രശ്നമുണ്ടല്ലോ. എന്റെ ദേവി, സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തോന്നിപ്പിക്കല്ലേ. വാ കല്യാണി. ദാ ചായ. ഞാൻ വന്ന നാളു മുതല് സന്തോഷത്തോടെ മാത്രം കണ്ടിട്ടുള്ള ആളാ. എന്താ ഇപ്പൊ ഇങ്ങനെ? ചായ കുടിക്ക്, അപ്പൊ ഈ ടെൻഷനൊക്കെ ഇല്ലാണ്ടായിക്കോളും. ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു പെണ്ണോടൊപ്പം നരകിച്ച് ജീവിക്കുന്നതായിട്ടും ഭേദം കെട്ടിത്തൂങ്ങി ചാവുന്ന കല്യാണി നല്ലത്. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലാട്ടോ. ഈ കല്യാണം വേണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറഞ്ഞൂടെ? ഈ വീട്ടിൽ വന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നോട് ക്ഷമിച്ച അമ്മ സ്വന്തം മോൻ പറയണ കേൾക്കാണ്ടിരിക്കില്ല. അല്ലാതെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കെട്ടിത്തൂങ്ങി ചാവാൻ നോക്കിയാലേ അതിനെ പിന്നെ നേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കി ഞാനൊക്കെ എത്ര തവണ ചാവേണ്ടതാ? ഉപദേശം എളുപ്പമാ കല്യാണി. എന്റെ അവസ്ഥ അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ഒക്കെ ശരിയാ. നന്ദന മാഡത്തിനോടൊപ്പം ഒട്ടും ചേരാൻ പറ്റുന്നില്ലെങ്കിൽ അത് അമ്മയോട് പറയ്. അമ്മ സമ്മതിച്ചു തരുള്ളൂ. അല്ലാണ്ടിങ്ങനെ കഷ്ടാട്ടോ. കല്യാണി, ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞു, അമ്മ കേൾക്കുന്നില്ലല്ലോ. ഇന്നലെ വന്ന പോലെ കുടിച്ച് ലെക്കില്ലാണ്ട് വന്ന ഒരമ്മമാരും കേക്കില്ല. ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാ. ബുദ്ധി പറഞ്ഞു തരാനായിട്ട് ഞാനാളായിട്ടില്ല. അമ്മയുടെ ഇളയ മോനല്ലേ. അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് മനസ്സ് തുറന്നു പറഞ്ഞ ആ അമ്മ കേക്കില്ലേ? കേക്കും, എനിക്ക് ഉറപ്പാ. ശരി, ഓക്കെ. കല്യാണി പറഞ്ഞതുപോലെ അമ്മയോട് മനസ്സ് തുറന്ന് ഞാൻ എന്റെ സങ്കടം പറയാം. പക്ഷെ അമ്മ കേട്ടില്ലെങ്കിലോ? അമ്മ കേട്ടിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ട് എന്റെ അമ്മ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ നിനക്ക് ഞാനൊരു സമ്മാനം തരും. ഒരു സ്വർണ്ണ മോതിരം. ബെറ്റ് വെക്കുന്നോ? ഏയ്, അതൊന്നും വേണ്ട. എനിക്കേ ഒരു 10 രൂപയുടെ ചോക്ലേറ്റ് മതി. അതെ, ഇപ്പൊ ഈ ചായ മുഴുവൻ കുടിച്ചു തീർക്കണം കേട്ടോ. തലേക്കൊന്ന് തണുക്കട്ടെ.